ഒരു സിംഗിൾ ക്യാറ്റ് കേബിൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തിയററ്റിക്കലി നമുക്ക് 4 ക്യാമറകൾ വെക്കാം. പക്ഷേ പ്രാക്ടിക്കലി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുഴപ്പങ്ങളുണ്ടാവും. അത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞുതരാൻ വേണ്ടി പോണത്. ക്യാറ്റ് 6 നെറ്റ്വർക്ക് കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ IP ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേബിളാണ്. അത് അതിനു വേണ്ടി മാത്രമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേസമയം കൊയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനലോഗ് ക്യാമറ വെക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന കേബിളാണ്. കാരണം ആ ഒരു കേബിളിനെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അതിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ കോർ പോകുന്നുണ്ട്, ഒരു വലിയൊരു കമ്പി പോകുന്നുണ്ട്. അതിൻ്റെ പുറത്തായിട്ട് നല്ല കട്ടിയുള്ള ഒരു ഡൈഇലക്ട്രിക് മീഡിയ ഉണ്ട്, ഒരു പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആയിരിക്കും ഉപയോഗിച്ചിരിക്കുക. അതിൻ്റെ പുറത്താണ് ഒരു മെഷ് പോലത്തെ ഒരു സംഗതി വരുന്നത്. അതിൻ്റെയും മുകളിലൊരു ഔട്ടർ ജാക്കറ്റ് വരുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു കേബിൾ ഒരു കമ്പനി നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ, കൊയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ എന്ന് നമ്മുടെ ചെറിയ ബുദ്ധിയിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഒരു കൊയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞാൽ അത് അനലോഗ് ക്യാമറയ്ക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇംപീഡൻസ് എന്ന് പറഞ്ഞാൽ 75 ohms ആണ്. അതേസമയം ക്യാറ്റ് 6 നെറ്റ്വർക്ക് കേബിളിൻ്റെ ഇംപീഡൻസ് വരുന്നത് 100 ohms ആണ്. എന്താണ് ഇംപീഡൻസ്, എന്താണ് റെസിസ്റ്റൻസ്, എന്താണ് റിയാക്റ്റൻസ് എന്നൊന്നും അറിയാത്ത ആൾക്കാരാണ് ഇതേപോലെയുള്ള കേബിളൊക്കെ ചുമ്മാ വെറുതെ വലിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ വീഡിയോ അങ്ങ് തട്ടുവാണ്. നമ്മൾ ഈ യൂട്യൂബിലെ ഡോക്ടർമാരെന്നൊക്കെ പറയല്ലേ, അതുപോലെ കുറേ യൂട്യൂബിലെ എഞ്ചിനീയർമാരും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പല ആളുകളും ഇതിനെപ്പറ്റി ABCD പോലും അറിയില്ലാതെയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ഓരോ വീഡിയോ കാണും, അത് അതേപോലെ തന്നെ മലയാളത്തിലേക്ക് കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ട് ചുമ്മാ വീഡിയോ പബ്ലിഷ് ചെയ്യും. യഥാർത്ഥത്തിൽ പ്രൊഫഷണലായിട്ട് ഒരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ് ഒരു സിംഗിൾ കേബിളിൽ പോയിട്ട് ഒന്നിൽ കൂടുതൽ ക്യാമറ വയ്ക്കുക. അവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഫ്ലിക്കറിങ് ഉണ്ടാകും, വീഡിയോ ഗോസ്റ്റിംഗ് ഉണ്ടാകും. അതായത് ഒരു ക്യാമറയുടെ വീഡിയോ മറ്റേ ക്യാമറയിലേക്ക് എഫക്റ്റ് ചെയ്യുന്നതായിട്ട്. ഇപ്പം ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യും, ഞാൻ ഇത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, എനിക്ക് ഇതേവരെ അങ്ങനെ ഒരു കുഴപ്പം വന്നിട്ടില്ല എന്ന്. അത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് അങ്ങനെ വരാത്തത്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, ഒരു അനലോഗ് ക്യാമറയുടെ സിഗ്നൽ എന്ന് പറഞ്ഞാൽ പൾസേറ്റിംഗ് സിഗ്നൽസ് ആണ്. ഈ പൾസേറ്റിംഗ് സിഗ്നൽസിനകത്ത് നമുക്കറിയാം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ AC കറണ്ട് പോകുന്ന പോലെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള സിഗ്നൽസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 75 ohms വരുന്ന ടൈപ്പ് കേബിൾസ് അവർ നല്ല ഔട്ടർ ജാക്കറ്റൊക്കെ കൊടുത്തുകൊണ്ട്, അതായത് ആ ഉള്ളിലൂടെ പോകുന്ന കമ്പിയുടെ പുറത്ത് നല്ല തിക്കായിട്ടുള്ള ഡൈഇലക്ട്രിക് മീഡിയ കൊടുത്തുകൊണ്ട് ആ സിഗ്നൽ ഒരിക്കലും പുറത്തേക്ക് ജമ്പ് ചെയ്ത് വരരുന്നുള്ള പ്രതീക്ഷയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ബലൂൺ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ പൾസേറ്റിംഗ് സിഗ്നൽസിൻ്റെ ആ പൾസ് ഒരു പരിധി വരെ കട്ട് ചെയ്യും. കട്ട് ചെയ്ത ശേഷമാണ് ആ സിഗ്നലിനെ എന്ത് ചെയ്യുന്നത്, ഈ കേബിളിൻ്റെ അകത്തോടെ നമ്മൾ ക്യാറ്റ് 6 കേബിൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ കേബിളിനുള്ളിലൂടെ ആ സിഗ്നൽ പാസ് ചെയ്ത് അപ്പുറ സ്ഥലത്ത് തന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും വീണ്ടും അതിനെ ഒരു പൾസേറ്റിംഗ് സിഗ്നലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ബലൂണിനകത്ത് 2 ഭാഗങ്ങളുണ്ട്, സൈഡ് Aയും സൈഡ് Bയും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് വെക്കാം, ഒരു റെൻറ്റിനൊക്കെ നമ്മൾ ക്യാമറ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്നിട്ട് നമുക്കൊരു സിംഗിൾ കേബിൾ ഇട്ടിട്ട് ഒന്നിൽ കൂടുതൽ ക്യാമറയൊക്കെ വെക്കാം. കാരണം റെൻറ്റിനൊക്കെ നമ്മൾ ക്യാമറ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് 1-2 ദിവസത്തേക്ക് മാത്രമാണ് റെൻറ്റ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, അത് പെട്ടെന്ന് തന്നെ വലിച്ചു കുറച്ച് എടുത്തുകൊണ്ട് പോകാമെന്നിരിക്കാം. മാത്രമല്ല അതിനകത്തൊന്നും അത്രമാത്രം ആരും സൂക്ഷ്മതയോടുകൂടി നോക്കുന്നില്ല, അല്ലേ? പക്ഷേ നമ്മൾ പ്രൊഫഷണലായിട്ടൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഇനി എത്ര വർഷത്തേക്കാണ് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, വർഷങ്ങളോളം അവിടെ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലുള്ള പരീക്ഷണങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാശ് വെറുതെ പോകുമെന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമുക്ക് പറയാമല്ലോ, ഒരു സിംഗിൾ കേബിളിൽ തന്നെ നമ്മൾ 2-3 ക്യാമറ ഒക്കെ വെക്കുമ്പോൾ നമ്മളൊരു 1-2 എന്ന് പറഞ്ഞാൽ ആ ഒരു 2 വയറായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ക്യാമറയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. 3-4 നമ്മൾ മറ്റേ ക്യാമറയ്ക്കായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജമ്പ് ചെയ്ത് മറ്റേ കേബിളിലോട്ട് വരും. അങ്ങനെ വരുന്ന സമയത്താണ് ഈ ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്യാമറയുടെ വീഡിയോ മറ്റേ വീഡിയോയിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തുപോലെ നമ്മൾ കാണും. ഇതിനെയാണ് ഗോസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഫ്ലിക്കറിങ് ഉണ്ടാവും, വെട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അല്ലാതെ നമ്മൾ യൂട്യൂബിലെ എഞ്ചിനീയർമാർ പറയുന്ന പോലെ നമ്മൾ നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ഇതുപോലെയുള്ള പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കേബിളിൽ ഒരു ക്യാമറ വയ്ക്കുക. നിങ്ങൾ അനലോഗ് ക്യാമറയാണ് വെക്കാൻ വേണ്ടി പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പോയിട്ട് ക്യാറ്റ് 6 നെറ്റ്വർക്ക് കേബിൾ എടുത്തിട്ട് അവിടെ പോയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കരുത്. അതിൽ കൊയാക്സിയൽ കേബിൾ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിക്കുക. നല്ല ബ്രാൻഡിൻ്റെ കൊയാക്സിയൽ കേബിൾ യൂസ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ IP ക്യാമറയാണ് വെക്കാൻ വേണ്ടി പോകണമെങ്കിൽ ഇതേപോലെ തന്നെ നല്ല ബ്രാൻഡിൻ്റെ, അതിനകത്തൊന്നും നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഒരു ക്യാമറയിൽ നമ്മൾ പിശുക്ക് കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ ക്യാമറ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ വേണമെന്നല്ല എപ്പോഴും നമുക്ക് ആഗ്രഹം. അപ്പോൾ ആ ക്യാമറയുടെ വീഡിയോ അതേപോലെ തന്നെ നമ്മുടെ NVRലേക്ക് പോയി സേവ് ആയാലല്ലേ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. അപ്പോൾ ആ വീഡിയോ പോകുന്ന ആ ഒരു ചാനലാണ് നമ്മുടെ ഈ കേബിൾ എന്ന് പറയുന്നത്. അത് നല്ല പ്യുവർ കോപ്പർ കേബിൾ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ കോപ്പറിൻ്റെ വില കണ്ടമാനം കൂടിയിട്ടുണ്ട്. ഈ കോപ്പറിൻ്റെ വില കൂടിയ സമയത്ത്
ഇപ്പോൾ ഒരുപാട് ചാത്തൻ കേബിളുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഓൺലൈനിൽ പോയിട്ട് നിങ്ങൾ കേബിളൊന്നും വാങ്ങിച്ച് നിങ്ങളുടെ ക്യാമറയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നോക്കരുത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ CCS കോപ്പർ ക്ലാഡിംഗ് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു കേബിൾ വരുന്നുണ്ട്. പിന്നെ കോപ്പർ ക്ലാഡിംഗ് അലുമിനിയം ഉണ്ട്, CCA എന്ന് പറഞ്ഞ കേബിളുണ്ട്. അങ്ങനെയുള്ള പല കേബിളുണ്ട്. ഇതൊന്നും തന്നെ നമ്മുടെ ക്യാമറയ്ക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കേബിൾസ് അല്ല. ശരിക്കും പ്യുവർ കോപ്പർ കേബിൾ തന്നെയാണ് നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ആ ഇൻസ്റ്റലേഷൻ നമുക്ക് ചെയ്യാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അല്പം ചിലപ്പോൾ ചിലവ് കൂടിയാലും പിന്നീട് നമ്മൾ അതിൻ്റെ പുറകെ പോയി മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കാശുകളതിനേക്കാൾ നല്ലത് മേടിച്ചിട്ടുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടതെന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.